ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന മല്ലന്മാരുടെ നാടെന്നറിയപ്പെടുന്ന എൻ്റെ ഗ്രാമം. ഇതാ കാണുന്ന മണിമലയാറിന് കുറുകെയുള്ള ഒരു പാലമാണ്. തൂക്കുപാലമല്ല, കണ്ടാൽ തൂക്കുപാലം പോലെ തോന്നും, പക്ഷേ സാധാരണ പിള്ളേരെ തന്നെ പണിത ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു പാലമാണ്. ഇതുവരെ പുതുക്കി പണിതിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മല്ലപ്പള്ളിയുടെ മെയിൻ സ്ഥലമാണിത്. ഈ കാണുന്ന ഒരു തണൽ മരമാണ്. അത് ഒത്തിരി വർഷം പഴക്കമുള്ള, അതിൻ്റെ വലിയ വലിയ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്കൊക്കെ. അതിൻ്റെ താഴെ ഇങ്ങനെ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിക്കപ്പ് സ്റ്റാൻഡാണ്. അവിടെ ബൈക്കൊക്കെ വെച്ചിട്ടാണ് പലരും ഇവിടെ അടുത്തൊക്കെ ജോലിക്ക് പോകുന്നതും വരുന്നതൊക്കെ ബസ്സിന്. തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മണിമല ആറ്. ഇതൊരു നടപ്പാതയാണ് ആറിൻ്റെ സൈഡിൽ കൂടെ. എല്ലാ വേനൽ സമയത്തും ഇവിടെ ഇതുപോലെ തന്നെ വെള്ളം ഉണ്ടാവും. പാലത്തിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ വനങ്ങളും മുളകളും ഒക്കെ ഉള്ള കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഗവിയും പമ്പയാറും ഒക്കെ ഞങ്ങളുടെ അടുത്താണ്. ഇത് ശബരിമല റൂട്ടാണ്. ശബരിമലയ്ക്ക് ഇവിടുന്ന് അടുത്താണ്. ഇതിലാണ് അയ്യപ്പന്മാർ വണ്ടിയൊക്കെ കൂടുതലും പോകുന്നത്. ഇതാണ് പാലത്തിന് സൈഡിലുള്ള ഒരു നടക്കാനുള്ളൊരു ഇരുമ്പ് പാലം. ഇത് മിലിറ്ററിക്കാർ പണിതാണ്. എല്ലാ വേനൽ സമയത്ത് എത്ര വേനൽ വന്നാലും ഇതുപോലെ വെള്ളമുണ്ടാവും. ഡെത്തും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 3-4 അമ്പലങ്ങളൊക്കെ ഉണ്ട് അടുപ്പിച്ച്. അവിടെ ഉത്സവങ്ങൾക്കൊക്കെ വരുമ്പോൾ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ കുളിക്കാൻ ഇറങ്ങി ഡെത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും മുളകളും ഒക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ സെൻട്രൽ ഭാഗം, മധ്യഭാഗം മല്ലപ്പള്ളിയുടെ. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അതിനോട് ചേർന്നാണ് ബസ് സ്റ്റാൻഡ്. തായി കാണുന്നതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് എല്ലാ സൈഡിലോട്ടും ബസ് സർവീസ് ഉണ്ട്. കോട്ടയം, എറണാകുളം സൈഡിലോട്ടും ട്രിവാൻഡ്രം സൈഡിലോട്ടും ഒക്കെ KSRTC പ്രൈവറ്റും ഒക്കെ. ശരണ്യ ബസ് പോലുള്ള അങ്ങനെയുള്ള ബസ്സുകളും ലോങ് ട്രിപ്പ് വണ്ടികളെല്ലാം ഉണ്ട്. ഇൻ്റർസ്റ്റേറ്റ് വണ്ടികളും ഉണ്ട് ഇവിടുന്ന്. അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ട് ബസ് സർവീസ് ഒക്കെ ഉള്ളൊരു സ്ഥലവും കൂടിയാണ്. ഇതും വർഷങ്ങൾ പഴക്കമുള്ളൊരു സ്റ്റാൻഡാണ്. ഇവിടെയും വെള്ളം കയറാറുണ്ട്, നിറയെ വെള്ളം കയറാറുണ്ട് നല്ല വെള്ളപ്പൊക്കം വരുമ്പോൾ. അത് വിട്ട് ശകലം ഇങ്ങോട്ട് ഒരു മല്ലപ്പള്ളിയോട് ചേർന്നൊരു സ്കൂളുണ്ട്. ഇതും വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്കൂളാണ്. CMS ഹയർ സെക്കൻഡറി സ്കൂളാണ്. CMS കോളേജല്ല, ഒരു പക്ഷേ ഇവരുടെ തന്നെ ആയിരിക്കും ആ കോളേജ്, അറിയില്ല. ഇത് കല്ലും കൊണ്ടാണ് ഫുള്ള് പണിതേക്കുന്നത്. ഫുള്ള് കല്ലാണ്. ഒരു വോളിൽ ഒരു ആണി പോലും കയറാൻ പാടാണ്. അപ്പം എല്ലാം സീലിങ്ങേ കൂടെയാണ് വയറിങ് ഒക്കെ ചെയ്തേക്കുന്നത്, തടിയേ കൂടെ. അതും മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഇപ്പോഴും നല്ല പെയിൻറ്റിങ് മാത്രമാണ് ചെയ്യാറുള്ളത്. നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ സ്കൂള്. അതിനോട് ചേർന്ന് അതിൻ്റെ മുമ്പിൽ തന്നെ ഇതുപോലെ വലിയ തണൽ മരങ്ങൾ അവിടെയും നിൽപ്പുണ്ട്. ഇത് കണ്ടോ, നമ്മളൊരു ഇൻഡർസ്റ്റേറ്റിൽ കൂടെ ഒക്കെ, തമിഴ്നാട് റോഡിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് ഇത് കാണുമ്പോൾ. നല്ല തണലാണ് ഇവിടെ. ഈ കൊടും ചൂടത്തും ഇതിൻ്റെ ചൂട് വന്നിരുന്നാൽ നമ്മൾ ആ ചൂടത്തൊന്നും AC-ക്കകത്തോട്ട് കയറുന്നില്ലേ. ഞങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ പോലെ എരുമേലി വനം ഒക്കെ ഞങ്ങളുടെ അടുത്താണ്. ഞങ്ങൾ ശബരിമല റോഡാണിത്. പിന്നെ ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒക്കെ ഒരു ക്ഷാമമില്ലാത്ത ഏരിയയാണ് ഞങ്ങളുടെ, പ്രത്യേകിച്ച് ഈ മല്ലപ്പള്ളി പത്തനംതിട്ടയിലെ ഈ ഒരു ഏരിയ. പത്തനംതിട്ട പൊതുവെ എല്ലായിടും. ഇതൊരു നാട്ടുമാവാണ്. നിറയെ മാങ്ങയാണ്. നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ല നാട്ടുമാങ്ങയാണ്. അങ്ങനെ ഒരുപാട് മാവുണ്ട്. പിന്നെ അമ്പലങ്ങൾ, ഞാൻ പറഞ്ഞ 3 അമ്പലങ്ങൾ അടുപ്പിച്ചിരിക്കുന്നതിൽ ഒന്ന് ഇത് ശിവക്ഷേത്രമാണ്. അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു 150-200 മീറ്റർ അപ്പുറം ഇപ്പുറമായിട്ട് 3 ദിക്കിലായിട്ട്. ഇത് ശിവൻ്റെ അമ്പലമാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വാഗമരമാണെന്ന് തോന്നുന്നു, നല്ല പൂവിട്ട് നിൽപ്പുണ്ട്. അതെന്താണെന്നറിയില്ല. ഇതാണ് ശിവക്ഷേത്രം. ശിവക്ഷേത്രം കഴിഞ്ഞ് ഒരു 150-200 മീറ്റർ കഴിയുമ്പോൾ ഒരു ഭഗവതി ടെമ്പിളുണ്ട്, ഭഗവതി ക്ഷേത്രം. അതിൻ്റെ ഈ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിടയ്ക്ക് പണിതാണ്. ഇവിടെ ഒരുപാട് ക്രഷർ യൂണിറ്റുകളൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് സംഭവങ്ങൾ, കൊച്ചിയുടെ മെട്രോയ്ക്കും ഒക്കെ ഇവിടുന്ന് ഉള്ള ക്രഷറിൽ നിന്ന് പോയിട്ടുണ്ട്. രവീന്ദ്ര റോക്സ് എന്നാണ് പറയുന്നത്. ആലപ്പുഴ കടൽ ഭിത്തി കെട്ടാനും ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ടെമ്പിളിനോട് ചേർന്നാണ് ക്രഷറൊക്കെ ഉള്ളത്, തൊട്ട് ബാക്കിലായിട്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. എല്ലാം പൊട്ടിച്ച് തീരാറായി ക്രഷർ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വരുമ്പോഴാണ്, ഇതാണ് പ്രോപ്പർ എൻ്റെ സ്ഥലം, എഴുമറ്റൂർ എന്ന് പറഞ്ഞ് മല്ലപ്പള്ളിയോട് ചേർന്ന് കിടക്കുന്ന അടുത്തൊരു ചെറിയൊരു സ്ഥലം. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്. കൃഷ്ണൻ്റെ അമ്പലത്തോട്ട് കയറുന്ന അതിൻ്റെ മെയിൻ വാതിലിൻ്റെ അടുത്തൊരു ആൽമരമാണത്. ഇവിടെയാണ് എൻ്റെ സ്കൂൾ, ഞാൻ പഠിച്ച സ്കൂൾ. മുമ്പ് കാണിച്ചത് മല്ലപ്പള്ളിയോട് ചേർന്നിരിക്കുന്ന സ്കൂളാണ്. ഇതാണ് ഞാൻ പഠിച്ച ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഈ അമ്പലത്തിനോട് ചേർന്നാണ്. ഇത് കൃഷ്ണൻ്റെ അമ്പലം.
അവിടെ എന്തോ വായനയൊക്കെ നടക്കുന്നുണ്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്ത സമയത്ത്. അങ്ങനെ 3 ക്ഷേത്രങ്ങളുടെ ഒക്കെ ഉള്ള ഒരു ഗ്രാമമാണ് ഞാൻ താമസിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് എൻ്റെ സ്കൂള്. അതിനോട് തൊട്ടിപ്പുറം അതിൻ്റെ കോമ്പൗണ്ട് ഇതിൻ്റെ ഇതുമായിട്ട് ചേർന്നാണ്. ഇതാണ് ഞാനും എൻ്റെ അമ്മയൊക്കെ അവരുടെ ഒത്തിരി സീനിയറൊക്കെ പഠിച്ചിട്ടുണ്ട്. അമ്മയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പഠിച്ച ഒരു സ്കൂളാണ് ഇത്. ഒത്തിരി വർഷം ഇതും എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ചോദിച്ചില്ല ഞാൻ ആരോടും. പക്ഷേ ഇതും ഒരുപാട് പേര് ഇവിടെ പഠിച്ച് ഈ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റിൽ, കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും അങ്ങനെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ. അതുകൊണ്ട് വലിയൊരു അഭിമാനമുണ്ട്. എൻ്റെ കസിൻസ് ഒരുപാട് പേര് പല ലോകത്തിൻ്റെ പല ഭാഗത്തും ജോലി ചെയ്യുന്നുണ്ട്. നേഴ്സുമാരായിട്ടും കരസേനയിലും ഒക്കെ എൻ്റെ ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. വ്യോമസേനയിൽ ഇവിടെ പഠിച്ച് ഈ ഒരു ബിൽഡിങ്ങാണ് ഞങ്ങളുടെ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ്. ഇവിടെ എല്ലാം അത്രയായിരുന്നു, പക്ഷെ കുറച്ച് ബ്ലോക്ക് അവർ മാറ്റി പുതിയൊരു ബിൽഡിംഗ് ഫെസിലിറ്റി കൂട്ടി പ്ലേ സ്കൂളൊക്കെ ആക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ആദ്യത്തെ +1 +2 2 ഡിവിഷനായിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ 2 നില. അടി കൊള്ളാനൊക്കെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. 2 നിലയിലോട്ട് വിടുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു. HMൻ്റെ അടുക്കൽ അവിടെയാണ് ബെല്ലൊക്കെ ഉള്ള 2 നിലയുടെ മണ്ടയ്ക്ക്. അസംബ്ലിക്കൊക്കെ 10,000-4,000 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച സമയത്തൊക്കെ. ഇപ്പം കുറഞ്ഞൊത്തിരി. ഇതാണ് ആ പുതിയ അമ്പലത്തിനോട് ചേർന്ന് പുതിയ ഗവൺമെൻറ് സ്കൂളിൻ്റെ ബ്ലോക്ക്. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്, പക്ഷേ ഇതുവരെയും ഓപ്പൺ ആക്കിയിട്ടില്ല. ഈ വർഷം ഉണ്ടാവാം. പിള്ളേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടെ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കമ്പ്യൂട്ടർ, TV കാര്യങ്ങളും ഒക്കെ, AC ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. പിള്ളേർക്ക് പ്ലേ സ്കൂളൊക്കെ ഉണ്ടാവാം. ഇതിൻ്റെ ഫ്രണ്ട് വശവും ആ മിറ്റവും ഒക്കെ പഴയ ബ്ലോക്ക് ഇരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ അതൊരു മിറ്റം പോലെ. ഇതൊക്കെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട് സത്യത്തിൽ. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു ലാൻഡ്മാർക്കായ നെല്ലിച്ചോടെന്ന് പറഞ്ഞ നെല്ലിമരം. വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ നെല്ലിമരത്തെ പറ്റി. ഇപ്പോഴും അതുപോലുണ്ട്. അത് കളഞ്ഞിട്ട് അത് നല്ലൊരു കാര്യം. അതവിടെ നിർത്തിയതിൽ. ഇത് അരിനെല്ലിക്ക എന്നാണ് ഇത് പറയുന്നത്. ഈ നെല്ലിക്കയ്ക്ക് അരിനെല്ലി. ഒരുപാട് നെല്ലിക്ക ഇതിൽ നിന്ന് പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി അച്ചാറിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ നെല്ലിമരത്തെ കയറാനും എളുപ്പമാണ്. വലിയ ഹൈറ്റൊന്നുമില്ല. താഴേന്നേ നമുക്ക് ചവിട്ടി കൊച്ചു പിള്ളേർ വരെ കയറും. അങ്ങനെ ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു നെല്ലിമരമൊക്കെ ഉണ്ട്. ഇതൊന്നും ഏതായാലും കളയാഞ്ഞ ഭാഗ്യം. ഈ വർഷം കളയുമോ എന്നറിയില്ല. ഇതിനോട് ചേർന്നാണ് കണ്ട് ഇതിന് തൊട്ട് താഴെയൊക്കെ മുകളോട്ട് കയറുന്നിടമായിരുന്നു. ആ പുതിയ ബ്ലോക്കിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഇവിടെ പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പൊളിച്ച് കളഞ്ഞിട്ടാണ് ഇപ്പം പുതിയ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടാക്കിയിരിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് ഞങ്ങളുടെ 10th ക്ലാസ് റൂമൊക്കെ ആ സമയത്ത്. ഇതായിരുന്നു നെല്ലിച്ചോടിൻ്റെ അവിടെയാണ് 9th കഴിഞ്ഞ് 10th വിടുന്നത്. അവിടെ 3 ഡിവിഷനായിരുന്നു, A, B, C എന്ന്. വേറെ ബ്ലോക്കിലോട്ട് ഇതുണ്ട്. ഇവിടെ ഞങ്ങളൊക്കെ പഠിച്ചത്. നെല്ലിച്ചോടിൻ്റെ അടുത്ത ക്ലാസ് ആണെന്ന് ഞങ്ങൾ ലാൻഡ്മാർക്കായിട്ട് പറയുന്നത്. നെല്ലിച്ചോടാണ് പറയുന്നത്. 2 നിലയുടെ കാര്യം പറഞ്ഞ പോലെ. അങ്ങനെ അത് കഴിഞ്ഞ് ഈ കാണുന്ന ആണ് അന്നത്തെ കാലത്തുള്ള ഒരു വാട്ടർ ടാങ്കാണ്. ഇപ്പോഴും അതവിടെ ചാലുവാണ്. ഇവിടുന്ന് പഠിച്ചിറങ്ങി ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഇവിടെ വന്ന ആ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടി. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ചെയ്ത പൈപ്പൊക്കെയാണ്. അത് കാണിക്കാനല്ല വീഡിയോ എടുത്തത്. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏരിയ ആണ് ഈ കാണിക്കുന്നത്. ഇതും വർഷങ്ങളോ കല്ലും കൊണ്ട് പണിതിട്ട് സിമെൻറ്റ് വെച്ച് ചെയ്തേക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ്. ഇത് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റാണ്. അത് ഞങ്ങളുടെ മെയിൻ റോഡാണ്. ഞങ്ങളുടെ ശബരിമല റോഡാണത്. ഇതും പഴയ ബ്ലോക്കിൽ പെടുന്ന ഒരു കെട്ടിടമാണ്. ഇതും കളഞ്ഞിട്ടില്ല. ഇത് ഇച്ചിരി മാറിയായതുകൊണ്ട് ഇവിടെ കളയുന്നില്ല എന്നാൽ കേട്ടെ. ഇത് ആദ്യം കാണുന്ന ഹയർ സെക്കൻഡറിയുടെ സ്റ്റാഫ് റൂമാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മളൊരു സിനിമയിലെയൊക്കെ ഒരു ജയിൽ സെറ്റിട്ടതുപോലെ തോന്നും. പക്ഷേ ഇപ്പോൾ ഈ പെയിൻ്റൊക്കെ അങ്ങനെ മാറ്റിയോണ്ടാണ്. നേരത്തെ വൈറ്റും ബ്ലാക്കും ആയിരുന്നു വോളിൻ്റെ പെയിൻറ്റ്. ഇപ്പോൾ ആ പെയിൻ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. തറയായാലും സിമെൻറ്റ് തറയായിരുന്നു. ഇപ്പോൾ അത് ടൈലാക്കിയിട്ടുണ്ട്. അത് ചെറിയ സംഭവങ്ങളെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓടൊക്കെ ആയാലും ആ കൂട്ടൊക്കെ ആയാലും അതെല്ലാം സെയിം തന്നെയാണ്. ഇതും ഒത്തിരി ഡിവിഷൻ ഉള്ള സ്കൂളാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിന് ഒരുപാട് ഏരിയ ഉണ്ട്. ആ പഴയ ഓടൊക്കെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. അതൊന്നും കളഞ്ഞിട്ടില്ല. ഇത് ആ പഴയ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങാണ്. അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബദാമരം നിൽപ്പുണ്ട്. അതും വർഷം പഴക്കമുള്ള ബദാമരമാണ്. പിന്നെ ഈ കാണുന്നതാണ് ഗവൺമെൻറ് കൊടുത്തൊരു ബസ്സാണ്.
ചെറിയ പിള്ളേരെ കൊണ്ടുവരാനും കൊണ്ടുവിടാനും ഉള്ളത്. ഞാനിത് ഓടിച്ചിട്ടുള്ള, എനിക്ക് ലൈസൻസ് ഉള്ള ആളാണ്, ഹെവി ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്, വണ്ടി ഓടിക്കും. ഇതിങ്ങനെ കിടന്നു പോകുന്ന കാണുമ്പോൾ ഒരു വിഷമമാണ്. കാരണം ചെറിയ എന്തോ ഒരു മെയിൻ്റെനൻസ് വർക്ക് വന്ന് അവരത് ചെയ്തിട്ടില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ഇത് ചുമ്മാ അത് കിട്ടിയോണ്ടായിരിക്കാം. കാശ് കൊടുത്ത് മേടിച്ചെങ്കിലേ അതിനുള്ളൊരു എന്ത് പറയുന്നത്, ഗവൺമെൻറ് കൊടുത്തായതുകൊണ്ട് ഇതാ ഇങ്ങനെ കിടക്കുന്നു. ചെറിയ എന്തോ കംപ്ലൈൻറ്റ്, അത് അന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വരുവായി. മിക്ക ഗവൺമെൻറ് സ്ഥാപനത്തിലെയും ഇങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ള വാഹനങ്ങൾ. പിന്നെ അവിടം വിട്ട് ശകലം 100 മീറ്റർ വരുമ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത്. ഇപ്പോൾ കാണിച്ച സ്കൂളിൻ്റെ ഗ്രൗണ്ട്. ഇവിടെയാണ് ജില്ലാ സ്പോർട്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കാട് കയറി കിടക്കണം. പക്ഷേ ഫുള്ള് ക്ലീനായി കിടന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. ഒരേ സമയം 2-3 ഗെയിം നമുക്ക് കളിക്കാൻ പറ്റും. ഇതിവിടെ നിന്നാണ് ആ ദൂരെ കാണുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ക്രഷർ, മുമ്പേ പറഞ്ഞ ഭഗവതി അമ്പലത്തിൻ്റെ ബാക്ക് വശം. പൊട്ടിച്ച് മല തീരാറായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മൾ വരുമ്പം ഒരു വനത്തിനകത്തൂടാണ്. 2 സൈഡും മരങ്ങളാണ്. ആ മരത്തിൻ്റെ ഇടയിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അത് ഒരു നല്ല റോഡാണ്, പക്ഷേ നല്ല തണുപ്പാണ് അവിടെ. മാവും പ്ലാവും റബ്ബറും ഒക്കെയാണ് കൂടുതലും. പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിവിടെ കേട്ടോ. ഇഷ്ടംപോലെ തോടുകൾ, കൈത്തോടുകളൊക്കെ. അവിടെയൊക്കെ ഞങ്ങൾ വേനൽ സമയത്ത് കുളിക്കാനൊക്കെ പോകും. എത്ര വേനൽ വന്നാലും അവിടെ വെള്ളം ഉണ്ടാവും ഇഷ്ടം പോലെ. ഞാൻ കാണിക്കാം നിങ്ങളെ. ഈ കാണുന്ന കണ്ടോ, ഇപ്പോഴും അവിടെ വെള്ളമുണ്ട്. ഈ സമയത്ത് എത്ര കൊടും വേനലിലും വെള്ളം ഉണ്ടാവും. നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അത് അരീക്കൽ വാട്ടർഫാൾസ് എന്നാണ് അറിയപ്പെടുന്നത്. വലിയൊരു വെള്ളച്ചാട്ടമൊന്നുമല്ല, എങ്കിലും ഞങ്ങളവിടെ പോയി കുളിക്കാറുണ്ട്. ഇതാ ഈ കാണുന്നതാണ്. നല്ല രസമാണ്. അങ്ങനെ പുഴകളും പമ്പയാറും മണിമലയാറും ധാരാളം തോടുകളും ഒക്കെ ഉള്ള ഒരു നാടാണ് എൻ്റെ. ഇവിടെ അടുത്താണ് ശബരിമല, പമ്പയാറും ഇവിടെ അടുത്താണ്. പക്ഷേ ഇവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മണിമല നദിയുടെ അല്ലെങ്കിൽ ആറിൻ്റെ അടുത്താണ് എൻ്റെ നാട്. അപ്പോൾ ഈ നാട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.